അപ്പോൾ നമ്മൾ രാവിലെ ശാന്തി കഫേയിൽ നിന്നും ഒരു ചായ മാത്രം കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തോട്ടിറങ്ങാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഫ്രഷൊക്കെ ആയി ജസ്റ്റ് പുറത്തോട്ടിറങ്ങിയിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് കുറച്ച് നടക്കാമെന്ന് ഓർത്തു. പിന്നെ വേറെ പുറത്ത് കുറേ കടകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ. അപ്പോൾ അവിടെയും കയറി ചുമ്മാ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. ഫുഡ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ആലു പറാട്ടയും ഒരു ഓംലെറ്റും പറഞ്ഞു. അപ്പം നമുക്കതൊക്കെ കഴിച്ച് ചുമ്മാ ഇവിടെയൊക്കെ കറങ്ങത്തിരിക്കുന്നു. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കാരണം എനിക്ക് മെയിനായിട്ടും പോകേണ്ടത് കൽഗത്തുൽഗ എന്ന് പറഞ്ഞ കൽഗപ്പുൽഗ വില്ലേജസിലാണ്. അതിപ്പോൾ എന്തായാലും മറ്റന്നാൾ പോകാനാണ് പ്ലാൻ. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് നിന്ന് സെറ്റായിട്ട് പോവാം. കാട് കയറിയത് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. കാടൊന്നും പിടിക്കാൻ പറ്റില്ല, പറഞ്ഞല്ല. അവിടെ നിന്ന് തിരിച്ചിറങ്ങി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ പുതിയ പ്ലാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഒന്നും പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പൊന്നും അല്ല ഇത്. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഒരു തോന്നുന്ന പോലെ അങ്ങ് പോവാം, റിലാക്സ്ഡ് ആയിട്ടുള്ള ട്രിപ്പായിട്ട് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 2 മച്ചന്മാരെ കിട്ടിയിരിക്കുകയാണ്. സോ അവർ തോഷ് പോകാൻ പ്ലാനുണ്ട്. അവരുടെ കയ്യിൽ ബൈക്ക് റെൻ്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൈക്ക് റെൻ്റ് എടുത്തിട്ട് അവരോട് ഇപ്പോൾ തോഷ് പോകാനുള്ള പ്ലാനാണ്. തോഷ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാനുണ്ട്. അപ്പം ബാക്കി ഇനി പോകുന്ന പോലെ നമുക്ക് ആ ഒരു ഫ്ലോയിലങ്ങ് പോകാം. അപ്പം നമ്മൾ ബൈക്ക് റെൻ്റൽ എടുക്കുകയാണ്, ഒരു 100-350. ഇപ്പം നമ്മൾ വണ്ടിയിൽ 3 ലിറ്റർ പെട്രോൾ നിറയ്ക്കുകയാണ്. ലിറ്ററിന് 120 രൂപ. നമ്മൾ ബൈക്ക് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ തോഷിലേക്ക്. വാട്ട് എ വിഷ്വൽസ്. ഡാമിൽ വെള്ളം ഐസ് പിടിച്ചെടുക്കുന്നതാണ് നമ്മളീ കാണുന്നത്. പുൽഗ ഡാം. അപ്പം നമ്മൾ നേരെ തോഷിൻ്റെ എൻട്രിയുടെ അങ്ങോട്ട് പോവുകയാണ്. വഴിനീളെ പഴയ മഞ്ഞിൻ്റെ അംശങ്ങൾ നമുക്ക് വഴിനീളെ കാണാം. ഫസ്റ്റ് ടൈം ഹിമാചൽ വന്നപ്പോഴാണ് തോഷിൽ വന്നിട്ടുള്ളത്. അന്നും ഇവിടം വരെ വണ്ടി പോകില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തോഷിൻ്റെ ഫ്രണ്ട് വരെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ബൈക്ക് ഇവിടം വരെ പോകുള്ളൂ. ഇവിടെ നിന്ന് നടന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. നമ്മൾ തെന്നിക്കിടക്കുന്ന ചെളി പിടിച്ച് തെന്നിക്കിടക്കുന്ന കൽപ്പടവുകളിൽ ചവിട്ടിക്കൊണ്ട് തോഷിൻ്റെ പടി കയറാനായിട്ട് ഈ പടി ഇറങ്ങുകയാണ്. എന്തിനാ ഇത്രയും കല്ലുകൾ? ഹൈ ഹൈ ഹൈ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി അടിച്ച് വീഴാൻ സാധ്യതയുണ്ട്. തേജ എന്ന് പറയുന്ന കടയിലെ കൊച്ചിൻ്റെ ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ. ഇപ്പോൾ കൊച്ചൊക്കെ വലുതേക്കാണ്. നമ്മൾ തോഷ് വില്ലേജിനകത്തൊന്ന് കറങ്ങി തിരിച്ച് ഇറങ്ങിയാണ്. മൊത്തത്തിനകത്തൊന്ന് കറങ്ങി അത് കഴിഞ്ഞിട്ട് ഇനി പോകുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ കൽഗയിലേക്ക് പോകാം. സഡൻ പ്ലാൻ ചേഞ്ചസ്. അപ്പോൾ നമ്മൾ മോമോസും ചായയും കുടിക്കുകയാണ്. വെജിറ്റേറിയൻ മോമോസ് ആയതുകൊണ്ടാണോ പച്ച കളറ്? ഒരു മോമോസ് എടുത്ത് നമുക്ക് സോസിൽ മുക്കി. തോഷ് ആക്ച്വലി കുറേ അകത്തോട്ടുണ്ട്. നമ്മൾ കൽഗയുടെ പ്ലാൻ വന്നതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൽഗ വില്ലേജിലേക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 മിനിറ്റിൻ്റെ ട്രക്കുണ്ട്. വണ്ടി താഴെ വരെ പോകുള്ളൂ. നമ്മളപ്പോൾ താഴെ വണ്ടി വെച്ച് മുകളിലേക്ക് കയറുകയാണ്. ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നതും അതേപോലെ തന്നെ ബാഗിൽ തൂക്കിയിടുന്നതും പാടായതുകൊണ്ട് തലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തു നമ്മൾ മുകളിലേക്ക് കയറുന്നു, കൽഗ വില്ലേജിലേക്ക്. അങ്ങനെ നമ്മൾ മുകളിലൊക്കെ എത്തി. പിന്നെ ഇരുട്ടി വേറെ ഒന്നും ചെയ്തില്ല. അങ്ങനെ അടുത്ത ദിവസം ആയി ഇരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ജനലിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മുടെ മഞ്ഞുമല കണ്ടിട്ടുള്ള മഞ്ഞുമലുള്ള ഒരു വ്യൂ. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിച്ചു. നല്ല ഗോബി പറാട്ടയായിരുന്നു. ഗോബി പറാട്ട ഓംലെറ്റും ആയിരുന്നു. ഓൾഡ് ബ്രഹ്മ കഫേയിൽ നിന്നും പുറത്തേക്ക് കൽഗയിലെ പുറത്ത് ബാക്കി സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങുകയാണ്. വീഡിയോ നിർത്തിയിട്ട് ഇറങ്ങാതായിരിക്കും നല്ലത്. പറയാം. അപ്പോൾ ഇതുവഴി തന്നെയല്ലേ? എന്നാൽ ഈ വഴി തന്നെ പോകും. ഫുഡ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് കഫേയുടെ ഇൻറ്റീരിയർ. വളരെ എസ്തെറ്റിക് ആയിട്ടുള്ളൊരു കഫേയാണ്. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ സോൾ കിച്ചൺ എന്ന് പറഞ്ഞ കഫേക്ക് നമ്മളൊരു ചായയും പെരി പെരി ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ തട്ടി. നമ്മൾ ശാന്തി കഫേ എന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പോയ നൈസിനെ നമ്മൾ വീണ്ടും ഇവിടെ കൽഗയിൽ വെച്ച് കണ്ട് മുട്ടിയിരിക്കുകയാണ്.
മാഗി മുട്ടയൊക്കെ മേടിച്ച് റൂമിൽ പോയി കുക്ക് ചെയ്യാനായിട്ടൊക്കെയാണ് പ്ലാൻ ഇടുന്നത്. അങ്ങനെ ഫുഡ് മരിച്ച് കുറച്ചേരം ക്യാമ്പ് ഫയർ ഒക്കെ കൊണ്ട് നമ്മൾ ആ ദിവസം അവസാനിപ്പിച്ചിരിക്കുകയാണ്.